യു.എസും ഇറാനും വാക്പോരിലാണ്. ഇറാനെ അടിക്കുമെന്ന് യു.എസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വെറുതെ ഇരിക്കില്ലെന്ന് ഇറാനും തിരിച്ചടിച്ചു. മാത്രമല്ല, യു.എസോ സഖ്യരാജ്യങ്ങളോ ആക്രമിച്ചാൽ ആണവായുധം പ്രയോഗിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പും കഴിഞ്ഞ ദിവസം ഇറാൻ നൽകി. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഉപദേശകരിൽ ഒരാളാണ് യു.എസിന് താക്കീത് ചെയ്തത്. ആണവ കരാറിൽ ഒപ്പുവയ്ക്കാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ ബോംബിട്ട് നശിപ്പിക്കുമെന്നാണ് യു.എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയത്. ഇതിനു മറുപടിയായാണ് ബോംബിട്ടാൽ അണുബോംബിടുമെന്ന് ഇറാൻ തിരിച്ചടിച്ചത്. ഇറാൻ ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു ആക്രമണമുണ്ടായാൽ സ്വയം പ്രതിരോധിക്കുകയല്ലാതെ മറ്റ് മാർഗമില്ലെന്നും അലി ഖമേനിയുടെ ഉപദേഷ്ടാവായ അലി ലാരിജാനി ഇറാനിയൻ സ്റ്റേറ്റ് ടിവിയോട് പറഞ്ഞു. വാർത്താ ഏജൻസിയായ AFP ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഞങ്ങൾ ആണവായുധങ്ങളിലേക്ക് നീങ്ങുന്നില്ല. പക്ഷേ ഇറാന്റെ ആണവ വിഷയത്തിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ സ്വയം പ്രതിരോധിക്കേണ്ടതിനാൽ ഇറാൻ അതിലേക്ക് നീങ്ങാൻ നിർബന്ധിതരാകും. ഇറാൻ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ മറ്റു മാർഗമില്ല, ലാരിജാനി പറഞ്ഞു. യു.എസോ ഇസ്രായേലോ ആക്രമണം നടത്തിയാൽ ഇറാൻ നിലപാട് പുനഃപരിശോധിക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏതെങ്കിലും ഘട്ടത്തിൽ യു.എസ് സ്വയം അല്ലെങ്കിൽ ഇസ്രായേൽ വഴി ബോംബാക്രമണത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ വ്യത്യസ്തമായൊരു തീരുമാനം എടുക്കാൻ നിങ്ങൾ ഇറാനെ നിർബന്ധിക്കും, ലാരിജാനി പറഞ്ഞു. അതിനിടെ യു.എസിന് കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇറാന്റെ പിന്തുണയുള്ള യമനിലെ ഹൂതികൾ. യു.എസ് ഹൂതികൾക്ക് നേരെ വ്യോമാക്രമണം തുടരുമ്പോഴാണ് ഹൂതികളും തിരിച്ചടിച്ചത്. ചൊവ്വാഴ്ച യു.എസിന്റെ മറ്റൊരു MQ-9 റീപ്പർ ഡ്രോൺ കൂടി വെടിവെച്ചിട്ടതായി യമൻ സായുധ ഗ്രൂപ്പ് അവകാശപ്പെട്ടു. യമന്റെ തലസ്ഥാനമായ സനയിലും ഹൂതികളുടെ ശക്തികേന്ദ്രമായ സാദയിലും വ്യോമാക്രമണം നടത്തുന്നതിന് പിന്നാലെയാണ് ഹൂതികൾ ഡ്രോണിനെ തകർത്തതെന്നാണ് റിപ്പോർട്ട്. മാരിബ് ഗവർണറേറ്റിൽ വെച്ച് ഒരു ഡ്രോൺ വെടിവെച്ചിട്ടതായാണ് ഹൂതികൾ അവകാശപ്പെട്ടത്. ഡ്രോൺ കത്തുന്ന ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഡ്രോൺ വെടിവെച്ചിട്ടതായി ഒരു യമൻ പൗരനും അവകാശപ്പെട്ടു. ഹൂതി സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹ്യ സാരി ഡ്രോൺ വെടിവെച്ചിട്ടതായി വീഡിയോ സന്ദേശത്തിൽ അവകാശപ്പെട്ടു. പ്രാദേശികമായി നിർമ്മിച്ച മിസൈൽ ഉപയോഗിച്ചാണ് ഡ്രോണിനെ തകർത്തതെന്നും യഹ്യ സാരി വ്യക്തമാക്കി. വിമാനങ്ങളെ വെടിവെച്ചിടാൻ കഴിവുള്ള ഇറാന്റെ 358 പോലുള്ള ഉപരിതല വായു മിസൈലുകൾ ഹൂതികളുടെ പക്കലുണ്ടെന്നും ഹൂതി വക്താവ് അവകാശപ്പെട്ടു. മാർച്ച് 15-നാണ് യു.എസ് യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയത്. ആക്രമണങ്ങളിലൂടെ ഹൂതികൾക്കും അവരെ പിന്തുണയ്ക്കുന്ന ഇറാനും മുന്നറിയിപ്പ് നൽകിയതായി യു.എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. ഹൂതികൾക്ക് കനത്ത നാശം വിതച്ചതായി ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ വെബ്സൈറ്റായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഹൂതികൾക്ക് വ്യക്തമായ മുന്നറിയിപ്പും ട്രംപ് നൽകി. യു.എസ് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കുക, അങ്ങനെ ചെയ്താൽ ഹൂതികൾക്ക് നേരെയുള്ള ആക്രമണവും നിർത്തും, അല്ലെങ്കിൽ ഞങ്ങൾ തുടങ്ങിയിട്ടേയുള്ളൂ, യഥാർത്ഥ വേദന വരാനിരിക്കുന്നേയുള്ളൂ, ഹൂതികൾക്കും അവരുടെ സ്പോൺസറുമായ ഇറാനും, ട്രംപ് കുറിച്ചു.